ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, നമസ്കാരം. ഇത് ഗുരുദേവകൃതിയായ ദർശനമാലയുടെ 5ാമത്തെ ക്ലാസ്സാണ്. അധ്യാരോപദർശനത്തിലെ 5ാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. അറിയാനുള്ള കാര്യങ്ങൾ കേവലം 2 ഉള്ളൂ എന്നും അതിലൊന്ന് കാണപ്പെടുന്നതായ ഈ പ്രപഞ്ചം എന്ത് ആണ് എന്നതും, രണ്ടാമത്തേത് ഇതിനെ കാണുന്നതായ ഞാൻ ആരാണ് എന്നതും ആണ് എന്ന് മുൻപേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. 1ാം അധ്യായമായ അധ്യാരോപദർശനത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള ചർച്ചയാണ് നടക്കുന്നത്. കഴിഞ്ഞ 4 ശ്ലോകങ്ങളിലായിട്ട് സൃഷ്ടിക്ക് മുൻപത്തെ സ്ഥിതി എന്തായിരുന്നുവെന്നും ഈ പ്രപഞ്ചം ഏതു രൂപത്തിലാണ് ഈശ്വരനിൽ ലീനമായി കിടന്നിരുന്നത് എന്നും ഈശ്വര സൃഷ്ടിയിലൂടെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം രൂപാന്തരപ്പെട്ടത് എന്നും സൃഷ്ടി ചെയ്യാനുള്ള ഈശ്വരീയ ശക്തി എന്തെല്ലാം ആയിരുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ, അതായത് 5ാമത്തെ ശ്ലോകത്തിൽ, ഗുരുദേവൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നോക്കാം. 5ാമത്തെ ശ്ലോകം: മനോമാത്രമിദം ചിത്രമിവാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻശ്ചിത്രകാരവത്. ഓരോ പദവും തിരിച്ചു പറയാം. മനോമാത്രം ഇദം ചിത്രം ഇവ അഗ്രേ സർവം ഈദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. അന്വയവും അർത്ഥവും: ഇതം മനോമാത്രം, ഇത് കേവലം മനോമാത്രമാണ്. അഗ്രേ ഭഗവാൻ, ആദിയിൽ ഈശ്വരൻ, ചിത്രകാരവത്, ഒരു ചിത്രകാരനെ പോലെ, വൈചിത്ര്യം ചിത്രം ഇവ, വിചിത്രമായ ഒരു ചിത്രം നിർമ്മിക്കുന്നത് പോലെ, സർവം ഈദൃശം പ്രാപയാമാസ, സർവതും ഇതുപോലെ ആക്കിത്തീർത്തു. ഏത് കാര്യവും അത് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റേതായ ഒരു ചിത്രം മനസ്സിൽ രൂപീകരിക്കപ്പെടും. ഒരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രകാരൻ ആ ചിത്രത്തിൻ്റെ പൂർണ്ണമായ രൂപം ആദ്യം തൻ്റെ മനസ്സിൽ കുറിക്കും. ആ മനോമാത്രമായ ചിത്രത്തെയാണ് അയാൾ പിന്നീട് ചിത്രപടത്തിൽ ചിത്രരൂപത്തിൽ ചിത്രീകരിക്കുന്നത്. ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് ചിത്രകാരൻ്റെ മനസ്സിൽ മനോമയമായ ചിത്രം ഉണ്ടായിരുന്നതുപോലെ സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം മനോമയമായ ഒരു ചിത്രമായി, അഥവാ സങ്കല്പകൽപ്പിതമായ ഒരു ചിത്രം പോലെ ഭഗവാനിൽ നിലനിന്നിരുന്നു. അതിനെയാണ് ഭഗവാൻ വിചിത്രമായ ഒരു ചിത്രം പോലെ പ്രപഞ്ചമായി രൂപം കൊടുത്ത് സൃഷ്ടിച്ചത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. എന്നാൽ ഇതിൽ ചില വൈചിത്ര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായി തോന്നുന്നില്ലേ? ഒന്നാമതായി, ഭഗവാന് മനസ്സ് എന്നുള്ള ഒന്നുണ്ടോ? ഇതിനു മുൻപുള്ള ഒരു ശ്ലോകത്തിൽ, ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഉദ്ധരിക്കുക ഉണ്ടായി. അതിൽ മനസ്സ് പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ശ്ലോകം ഒന്നുകൂടി പറയാം. ഭൂമിരാപൂനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്നാഹ പ്രകൃതിലഷ്ടത. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും എൻ്റെ പ്രകൃതിയാണ് എന്ന്.
അതായത് പ്രകൃതി ഭഗവാന്റേതാണ്, എന്നാൽ ഭഗവാനല്ല. ഈശ്വരൻ പരമാത്മാവാണ്. പ്രകൃതിയുടെ പിടിയിൽ നിന്ന് മുക്തമാകുമ്പോഴാണല്ലോ പരമാത്മ സാക്ഷാത്കാരം ലഭിക്കുക. പ്രകൃതിയാൽ ആവരണം ചെയ്യപ്പെട്ട ആത്മാവിനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊക്കെ ജീവാത്മാക്കളാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം ഉണ്ട്. എന്നാൽ പരമാത്മാവായ ഈശ്വരൻ പ്രകൃതിക്ക് അധീനമല്ല, മറിച്ച് പ്രകൃതി ഈശ്വരന് അധീനമാണ്. അതിനാൽ ഈശ്വരന് മനോബുദ്ധി അഹങ്കാരങ്ങൾ ഉണ്ടാകാനിടയില്ല. അപ്പോൾ പിന്നെ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് സംശയമുണ്ടാവുക സ്വാഭാവികമാവുകയാണ്. സംശയ നിവൃത്തിക്കായി ആദ്യം ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാം. ആദ്യം ഭഗവാൻ ആരാണ് എന്ന് നോക്കാം. ഉൽപ്പത്തിം ച വിനാശം ച ഭൂതാനാമാഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്താണ്? ഇതിന് നാശമുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? ഈ കാണുന്ന സർവ്വജീവജാലങ്ങളും എങ്ങനെ ഉണ്ടായി? അവ എങ്ങനെ ജീവിക്കുന്നു? അവസാനം എവിടെ പോയി മറയുന്നു? വിദ്യ അഥവാ യഥാർത്ഥത്തിലുള്ളതും അറിയേണ്ടതുമായ കാര്യം എന്താണ്? അവിദ്യ അഥവാ മിഥ്യയായതും അജ്ഞാനമായതും എന്തൊക്കെയാണ്? ഇത്രയും കാര്യം അറിയുന്നതാരോ അതാണ് ഭഗവാൻ. ഇത്രയും കാര്യം അറിയുന്നയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് ഞാൻ ഗുരുവിനെ ഭഗവാനായി കാണുന്നത്. അർജുനൻ്റെ തേരിലിരിക്കുന്ന ശ്രീകൃഷ്ണനും ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഗുണങ്ങളെല്ലാമുള്ള ഭഗവാനാണ്. അതായത് ഭഗവാൻ എന്നത് സഗുണമൂർത്തിയാണ്. ഭക്തരോട് കാരുണ്യവും ദുഷ്ടരോട് അനിഷ്ടവും ഒക്കെ ഉള്ള ഭഗവാന് ഈ വികാരങ്ങൾ എല്ലാം ഉൾക്കൊള്ളാൻ ഒരു മനസ്സും ഉണ്ട്. മനുഷ്യനിൽ ഭക്തിഭാവം അങ്കുരിക്കാൻ ഒരു ഭഗവത് സങ്കല്പം വേണം. ഭക്തി ആത്മാനുഭൂതിയിലേക്കുള്ള മാർഗമാണ്. ഭക്തിരാത്മാനുസന്ധാനം. ഭക്തിയുടെ വഴിയിലൂടെ അല്ലാതെ ആർക്കും മുക്തി ലഭിക്കുകയും ഇല്ല. യഥാർത്ഥത്തിൽ ബ്രഹ്മം നിർഗുണമാണ്. സത്വരജസ്തമോ ഗുണങ്ങളെയാണ് ഇവിടെ ഗുണം എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ ത്രിഗുണങ്ങൾ മായയുടെ അടിത്തറയുമാണ്. ഗുണാതീതനായ ആയിട്ടുള്ളവൻ ആണ് ജീവൻ മുക്തൻ. എന്നാൽ മുക്തനാകാൻ ഭക്തി വേണം. ഭക്തിക്ക് സഗുണോപാസന ആവശ്യവുമാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ സഗുണമൂർത്തികളായ ദേവതകളെ അമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചതും സഗുണമൂർത്തികളായ വിഷ്ണു, ശിവൻ, സുബ്രഹ്മണ്യൻ മുതലായ ദേവതകളെ സ്തുതിച്ച് പ്രാർത്ഥനകൾ രചിച്ചതും. ഇവിടെ അധ്യാരോപ ദർശനത്തിൽ ഭഗവാനിൽ മനോമയമായി പ്രകൃതി കിടന്നിരുന്നുവെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അറിയണമെങ്കിൽ മനസ്സ് എന്താണ് എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. സ്മരണകളും ചിന്തകളും സുഖദുഃഖാത്മകങ്ങളായ അനേകം വികാരങ്ങളും അടങ്ങിയതാണ് മനസ്സ്. നിർവികാരമായ അവസ്ഥയിൽ മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. നിർവികാര ബ്രഹ്മത്തിൽ മനസ്സില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവസ്ഥാത്രയങ്ങൾ എന്ന് പറയുന്ന ജാഗ്രതി, സ്വപ്നം, സുഷുപ്തി, അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, പൂർണ്ണ നിദ്രയിലിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥകളിൽ ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും മാത്രമേ മനസ്സുള്ളൂ. സ്വപ്നമില്ലാത്ത ഗാഠനിദ്രയിൽ മനസ്സ് ഇല്ല. ഗാഠനിദ്രയിൽ നാം ഒന്നും അറിയുന്നില്ല, യാതൊരു ദൃശ്യങ്ങളുമില്ല. കാരണം യാതൊരു സങ്കല്പവും ഉണ്ടാകുന്നില്ല. അതിനാൽ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. കാരണം അവിടെ മനസ്സിൻ്റെ സാന്നിധ്യമില്ല. സ്വപ്നാവസ്ഥയിൽ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങൾ സ്വപ്നമായിട്ട് നാം കണ്ടനുഭവിക്കുന്നു. ഉണർന്നിരിക്കുമ്പോൾ
ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് പ്രപഞ്ച ദൃശ്യങ്ങൾ കാട്ടിത്തരികയും അത് കാണുകയും അവയോട് ചേർന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. സ്വപ്നവും ഉണർവും തമ്മിലുള്ള വ്യത്യാസം: സ്വപ്നത്തിൽ ബാഹ്യേന്ദ്രിയങ്ങളുടെ ഉപയോഗമില്ല. ഉണർവിൽ പ്രപഞ്ച ദർശനത്തിനായി പുറമേയുള്ള ഇന്ദ്രിയങ്ങളായ കണ്ണ് മുതലായവയെയും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മനസ്സിൻ്റെ സഹായമില്ലാതെ പഞ്ചേന്ദ്രിയങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒന്നും കേൾക്കാനും കാണാനും സാധ്യമല്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കണം. എന്തെങ്കിലും ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അയാൾ കാണുകയില്ല. അവിടെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ അയാൾ കേൾക്കുകയും ചെയ്യുന്നില്ല. അതായത് സർവദൃശ്യങ്ങളും അനുഭവങ്ങളും ഉണ്ടാക്കുന്നത് മനസ്സാണ്. സർവദൃശ്യങ്ങളും മനസ്സിലാണ് നിലനിൽക്കുന്നതും. അതുകൊണ്ടാണ് മനോമാത്രമിതം, ഈ കാണുന്നതെല്ലാം മനസ്സിൻ്റേതാണ് എന്ന് പറഞ്ഞത്. പരബ്രഹ്മസങ്കല്പവും സൃഷ്ടികർത്താവായ ഈശ്വരസങ്കല്പവും രണ്ടും രണ്ടാണ്. ബ്രഹ്മസങ്കല്പം അദ്വൈതമാണ്. അതായത് ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ബ്രഹ്മം സത്യം, ജഗത് മിഥ്യ, ബ്രഹ്മമാണ് സത്യം, ലോകം മിഥ്യയാണ്, ഇല്ലാത്തതാണ് എന്ന് അദ്വൈത വേദാന്തികൾ പറയുന്നത്. ബ്രഹ്മം സർവം നിറഞ്ഞ ചൈതന്യമാണ്. സർവം നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിന് ചലിക്കാൻ നിവൃത്തിയില്ല. അതായത് ബ്രഹ്മത്തിൽ യാതൊരു കർമ്മവും നടക്കുന്നില്ല. അത് നിർവികാരമാണ്. അതിനാൽ അതിൽ രൂപപരിണാമങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണ്? അതായത് ബ്രഹ്മം എന്ന സങ്കല്പവും സ്രഷ്ടാവും രക്ഷിതാവുമായ ദൈവം എന്ന സങ്കല്പവും രണ്ടും രണ്ടാണ്. ഒന്ന് അദ്വൈതവും രണ്ടാമത്തേത് ദ്വൈതവും ആണ്. സാധാരണ ജീവിതത്തിൽ അദ്വൈതം പറയാമെന്നല്ലാതെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ആരാലും സാധ്യമല്ല. ഈ കൃതിയുടെ ഒടുവിലത്തെ അധ്യായത്തിൽ പറയുന്ന ശുദ്ധ നിർവ്വാണം എന്ന അവസ്ഥയിൽ എത്തിയാൽ ബ്രഹ്മജ്ഞനാകും. അതുവരെ, അതായത് പ്രപഞ്ചബോധത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ ആ പ്രപഞ്ചബോധത്തിൽ നിന്ന് മനസ്സ് മുക്തമാകുന്നതുവരെ ദൈവവും നമ്മളും പ്രപഞ്ചവും എല്ലാം വേറിട്ട് തന്നെ നിലനിൽക്കും. ഒരു കഥ പറയാം. രാജാവായ കൃഷ്ണദേവരായരുടെ രാജസദസ്സിൽ ഒരു വേദാന്തിയായ വിദ്വാൻ വന്നു. അദ്ദേഹം അദ്വൈത വേദാന്തം പറഞ്ഞ് എല്ലാം മനസ്സിൻ്റെ സങ്കല്പം മാത്രമാണ്, ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് യുക്തിയുക്തം സമർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന മറ്റു പണ്ഡിതന്മാർ എല്ലാം നിശബ്ദം കേട്ടിരുന്നു. അദ്വൈതവാദിയോട് തർക്കിച്ച് ജയിക്കാൻ ആരും തയ്യാറായതുമില്ല. രാജാവിനാണെങ്കിൽ വേദാന്തിയുടെ പാണ്ഡിത്യത്തിൽ വലിയ മതിപ്പുമായിരുന്നു. ഭക്ഷണശാലയിൽ എല്ലാവരും ഭക്ഷണത്തിനായി ഇരുന്നപ്പോൾ കൊട്ടാരവിദൂഷകനായ തെന്നാലി രാമൻ പറഞ്ഞു, ഈ പണ്ഡിതന് ഭക്ഷണമൊന്നും വിളമ്പണ്ട, അദ്ദേഹം എല്ലാം സങ്കല്പിച്ച് കഴിച്ചോളൂ. നിങ്ങളുടെ വേദാന്തത്തിന് വ്യാവഹാരിക ജീവിതത്തിൽ ഒരു പ്രസക്തിയും ഇല്ല എന്ന് തെളിയിക്കുകയായിരുന്നു തെന്നാലി രാമൻ. സകലതും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും എന്ന് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിട്ടുള്ളത് അറിവിൻ്റെ തലവും വ്യാവഹാരിക തലവും രണ്ടും രണ്ടാണ് ഒന്ന് എന്ന് വ്യക്തമാക്കാനാണ്. എല്ലാവരും ശരീരധാരണം ചെയ്ത് ഈ ലോകത്തിൽ ജനിച്ചത് ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാനാണ്. ജീവസന്ധാരണത്തിന് കർമ്മം അനിവാര്യവുമാണ്. ഈ ലോകം നന്മയും തിന്മയും സുഖവും ദുഃഖവും എല്ലാം കലർന്നതായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവരും നന്മയും സുഖവും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹപൂർത്തിക്ക് ഭൗതികമായ അറിവ്
മാത്രം പര്യാപ്തമാവുന്നില്ല. ഭൗതികമായി പൂർണ്ണത കൈവരിക്കാനും ആർക്കും സാധ്യവുമല്ല. എന്നാൽ ആത്മീയതയിലൂടെ അത് സാധിക്കും എന്നുള്ള തത്വജ്ഞാനികൾ പറയുന്നു. ആത്മീയതയുടെ ആദ്യപടിയാണ് ഈശ്വരവിശ്വാസം. സ്രഷ്ടാവും രക്ഷകനുമായ ഒരു ദൈവത്തെ സങ്കല്പിച്ച് ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്ത് മനഃശുദ്ധി വരുത്തി ഭക്തിപൂർവം ഈശ്വരോപാസന ചെയ്ത് ജീവിക്കുമ്പോൾ ദുഃഖകാരണങ്ങളായ വാസനകളും കർമ്മങ്ങളും ഇല്ലാതാകും. മനസ്സ് ശാന്തമായി കിട്ടും. ശാന്തമായ മനസ്സിൽ സാവധാനം ആത്മജ്ഞാനം പ്രകാശിക്കും. ഈശ്വരനും ആത്മാവും രണ്ടല്ല, ഏകമാണ്. അഹം ബ്രഹ്മസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന തത്വം അനുഭവപ്പെടും. അതാണ് അദ്വൈതാനുഭൂതി. അതുവരെ ദ്വൈതം തന്നെയാണ്. സൃഷ്ടികർത്താവായ ദൈവവും സൃഷ്ടിയായ നമ്മളും ഇപ്രകാരം നിലനിൽക്കും. അതുകൊണ്ടാണ് അധ്യാരോപ ദർശനവും പഠനവിഷയം ആക്കിയിരിക്കുന്നത്. ഇതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.